ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുന്നതിനിടയ്ക്ക് എന്നെ ചിലപ്പോൾ നിങ്ങൾ എന്തായാലും തെറി പറയാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചിലർ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഏത് തന്നെ ആയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാനിത് രണ്ടും ഏറ്റു വാങ്ങാൻ തയ്യാറ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാർബറേറ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബൈക്കോ സ്കൂട്ടറോ ഏത് വാഹനം തന്നെ ആയാലും കാർബറേറ്റർ ഉള്ളൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാർബറേറ്റർ കംപ്ലൈൻറ്റ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പുള്ളിങ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മൈലേജ് ഷോർട്ട് ആയതുകൊണ്ടോ രാവിലെ വണ്ടി സ്റ്റാർട്ടാവാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഈ വക എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളൊരു വർക്ക്ഷോപ്പിലേക്ക് ആ വണ്ടി എത്തിക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറയുന്നത് കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്, ബൈക്കുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്, കാർബറേറ്റർ മാറണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കലും കാർബറേറ്റർ മാറാതെ നമുക്ക് ആ കംപ്ലൈൻ്റ് ആയ കാർബറേറ്ററിനെ റിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കാർബറേറ്റർ നമ്മൾ ചെറിയൊരു ട്രിക്ക് പരിപാടിയിലൂടെയാണ് നമ്മളിന്നിവിടെ ശരിയാക്കി എടുക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ പോയാലും നമുക്കൊരു കാർബറേറ്റർ ഒരു 100cc സെഗ്മെൻറ്റിലുള്ള ഒരു ബൈക്കിൻ്റെ, ഒരു ഹീറോയുടെ സ്പ്ലെൻഡറിൻ്റെ ഒക്കെ തന്നെ ഒരു കാർബറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 3000 രൂപ റേഞ്ചിനകത്ത് ഒരു ഒറിജിനൽ കാർബറേറ്ററിന് വില കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കാർബറേറ്റർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു വണ്ടിയാണ് ഈ എഫ് സി എന്നത്. അപ്പോൾ ഈ എഫ് സിയിൽ ഈ കാർബറേറ്റർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 5000 രൂപ റേഞ്ച് വരാറുണ്ട്. അപ്പോൾ ഇത്രയും രൂപ നിങ്ങൾ മുടക്കി കാർബറേറ്റർ മാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന ചെറിയൊരു ട്രിക്ക് പരിപാടിയിലൂടെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോൾ നമുക്ക് വർക്കൗട്ട് ആവും. ആ ഒരു രീതിയിലുള്ള ഒരു വണ്ടിയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് എൻ്റെ മുന്നിലൊരു വണ്ടി ഇരിപ്പുണ്ട്. ആ വണ്ടി നമുക്കതിനെ കംപ്ലൈൻ്റ് ആയ ഒരു കാർബറേറ്റർ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഏത് വണ്ടിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വണ്ടിയാണ് പാഷൻ പ്ലസ്, അല്ലേ? ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ്. ഈ ഒരു വണ്ടി എൻ്റെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിൽ, ഒരു വർക്ക്ഷോപ്പിലല്ല, ഒരുപാട് വർക്ക്ഷോപ്പിൽ, ഒരു 3-4 വർക്ക്ഷോപ്പ് മുകളിൽ നോക്കിയതിന് ശേഷം ഈ വണ്ടിയുടെ കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാർബറേറ്റർ എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് തന്നെ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം, ഈ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുൾ റൈസ് ആവാത്തില്ല. ഈ വണ്ടി ഫുൾ ഇപ്പോൾ റൈസ് ആവാതെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഈ കാർബറേറ്ററാണ് കംപ്ലൈൻ്റ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാനും ചെക്ക് ചെയ്തായിരുന്നു. ഈ ഒരു കംപ്ലൈൻറ്റ് മൂലം ഞാനും ഇപ്പോൾ ഈ വണ്ടിയിൽ പ്ലഗ്, അതേപോലെ തന്നെ കറണ്ട്, അതുമായി വരുമ്പോൾ ടാങ്കിൽ എന്തെങ്കിലും പച്ചവെള്ളം എന്തെങ്കിലും കൊണ്ടുപോകാൻ നോക്കി, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെ കാർബറേറ്റർ തന്നെയാണ് കംപ്ലൈൻറ്റ്. എങ്കിൽ നമ്മൾ ഈ കാർബറേറ്ററിനെ എങ്ങനെയാണ് റെഡിയാക്കണം എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ കാർബറേറ്റർ ഒന്ന് അഴിച്ചെടുക്കണം. ഇതിൻ്റെ കാർബറേറ്റർ അഴിക്കാനായിട്ട് നമുക്ക് ഈ വരുന്ന 2 8-ൻ്റെ ബോൾട്ട് ഒന്ന് അഴിച്ച് മാറ്റുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ ഈ ഒരു ത്രോട്ടിലിൻ്റെ കേബിൾ അഴിച്ച് മാറ്റി ഇവിടെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ഇതൊന്ന് അഴിച്ച് മാറ്റിയാൽ നമുക്ക് ഈ കാർബറേറ്റർ ഒന്ന് ഊരിയെടുക്കാം. അതിനായിട്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാർബറേറ്റർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണ പരിപാടി ഇത്തിരി റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഓറിങ്ങുകൾ, അതുപോലെ തന്നെ ഈ സ്ക്രൂ, അതുപോലെ നമ്മൾ ഈ ചോക്കിൻ്റെ ഈ ഫൈബർ സാധനങ്ങൾ ഇതെല്ലാം അഴിച്ച് മാറ്റണം. ഫുള്ളായിട്ട് നമുക്ക് കാർബറേറ്റർ ഒന്ന് അഴിച്ചെടുക്കാം. ഇത് നമ്മുടെ ഫ്ലോട്ടാണ്. ഈ ഫ്ലോട്ടെല്ലാം ഫൈബറാണ് വരുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടെല്ലാം ഒന്ന് അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ജെറ്റ് 2 ഒന്ന് ഊരിയെടുക്കണം. അത് കഴിഞ്ഞ് ഈ ചോക്കിൻ്റെ ഇതെല്ലാം നമുക്കൊന്ന് ഊരിയെടുക്കാം.
അപ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ ബോഡിയിൽ നിന്നുള്ള ഫുൾ സാധനങ്ങൾ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ കിടക്കുന്ന ഇത്രയും പാർട്സുകളാണ് നമ്മൾ ഈ കാർബറേറ്ററിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ കാർബറേറ്ററിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കിച്ചണാണ്. നമ്മളിപ്പോൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്, നമ്മൾ അടുക്കളയിൽ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, പച്ചവെള്ളം, വെറും പച്ചവെള്ളം മാത്രമാണ്. അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് കാർബറേറ്റർ ഇടുക. ഇപ്പോൾ നമ്മളൊരു കിച്ചണിലാണ് നിൽക്കുന്നത്, വീട്ടിലെ കിച്ചണിലാണ്. ഈ കാർബറേറ്റർ എടുത്ത് ഈ പച്ചവെള്ളത്തിലേക്ക് ഇട്ടാൽ കാർബറേറ്റർ മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് വെള്ളം വയ്ക്കേണ്ടത്. ഇനി നമുക്ക് നേരെ ഒന്ന് തീ കത്തിക്കാം. തീ വെച്ചിരുന്ന് തിളപ്പിക്കണം അതിന്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കണം. കാർബറേറ്ററിനിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാം, അടിപൊളി സാധനമായിരിക്കും. ഇനി നമുക്കിതൊന്ന് അടച്ചുകൂടെ കൊടുക്കാം. അടച്ചുകൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. നമ്മളെ കാർബറേറ്റർ അടിപൊളിയായിട്ട് ഇതാ തിളച്ച് മറിയുന്നുണ്ട്. എല്ലാ സൈഡിൽ കൂടി നമുക്ക് ആ പാത്രത്തിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് വരുന്ന ചെറിയ അഴുക്കുകളെല്ലാം കൂടി നമുക്ക് ടോപ്പിലേക്ക്, വെള്ളത്തിൻ്റെ ടോപ്പിലേക്ക് വന്നിരിക്കുന്ന കാണാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്ക് തിളച്ച് മറിയുന്നുണ്ട് നമ്മളെ കാർബറേറ്റർ. ഇനി നമുക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു പരിപാടിയും കൊണ്ട്, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തിളയ്ക്കുന്ന സമയത്തിന് എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പ് എടുക്കണം. കണ്ട, കുറച്ച് ഉപ്പാണ്. ഈ ഉപ്പ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും കയറി ക്ലീനൊക്കെ ആയി സെറ്റായിട്ട് നമുക്ക് വരും. എന്നിട്ട് നമുക്ക് വണ്ടിയിലൊന്ന് വെച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നമുക്ക് നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട്. നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് നമുക്കറിയാൻ വയ്യ. എന്തായാലും അടിപൊളിയായിട്ട് ഇതിലിപ്പോൾ കണ്ട അഴുക്കളെല്ലാം വന്ന് മുകളിൽ നിൽപ്പുണ്ട്. ഈ കാർബറേറ്ററിനകത്ത് ചെറിയ മൈന്യൂട്ട് ഹോളുകളാണുള്ളത്. അപ്പോൾ ഈ ഹോളുകൾ ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്റർ മാറേണ്ട ഒരു അവസ്ഥയെന്ന് എല്ലാവരും പറയാറ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമുള്ള മിക്കുള്ള വണ്ടികളിലും നമുക്ക് ഈ കാർബറേറ്ററിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ കാർബറേറ്ററിൻ്റെ അവസ്ഥ എന്താണ് നമുക്ക് വണ്ടിയിൽ വെച്ച് നമുക്ക് റിസൾട്ട് അറിയാം. ഇപ്പോൾ നമ്മളെ കാർബറേറ്റർ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാർബറേറ്റർ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഈ കാർബറേറ്റർ എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. അതാണ്, നമുക്ക് കാർബറേറ്റർ ഇങ്ങനെ പൊക്കി അങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഉണക്കാൻ വയ്ക്കാം. കുറച്ച് നേരം നിന്ന് ഉണങ്ങട്ടെ. നമ്മളെ കാർബറേറ്റർ തറയിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ പാത്രത്തിലോട്ട് വെച്ചാൽ ഉരുകിപ്പോവും. അതുകൊണ്ട് നമുക്ക് എന്തായാലും തറയിലോട്ട് വെച്ചാൽ ഒന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് നമ്മളെ കാർബറേറ്ററിൽ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ ഹോളിനകത്തൊക്കെ ഒന്ന് പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ടൊന്ന് കഴുകിയെടുക്കണം. നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മളെ കാർബറേറ്ററിൻ്റെ പാഴ്സലാണ് ഈ കിടക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാം. നമ്മളെ കാർബറേറ്റർ എല്ലാം ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കാർബറേറ്റർ ഒന്ന് ഈ വണ്ടിയിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്ററിൻ്റെ പാക്കിംഗ് ആണ്. ഇൻസുലേറ്ററിൻ്റെ പാക്കിങ് നമുക്ക് വെച്ചിട്ട് 2 8-ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 8-ൻ്റെ ബോൾട്ട് കൂടെ നമുക്ക് ഇതിനകത്തോട്ട്
സെറ്റ് ചെയ്യണം. പുതിയാണ് കയ്യില് കാർബറേറ്റർ അതിന് കയറുന്നത്. ഇനി നമുക്ക് ആക്സിലേറ്ററാണ്. ആക്സിലേറ്ററിൻ്റെ കേബിൾ, ത്രോട്ടിൽ കേബിൾ ഇവിടെ നമുക്ക് കൊടുക്കാം. ഈ ആക്സിലേറ്റർ 2 പോയിൻ്റ് കാണാൻ പറ്റും. ഒന്ന് നീളം കൂടിയൊരു പോയിൻറ്റും അതുപോലെ മറ്റൊരു ചെറിയ പോയിൻ്റാണ്. നമുക്ക് ഈ ചെറിയ പോയിൻ്റ് വരേണ്ടത് സ്ലോ സ്പീഡ് ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂവിന് നേർക്കാണ്. ഇത് നമുക്ക് എയർ സ്ക്രൂ ആണ് പറഞ്ഞത്. ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് സ്ലോ സ്പീഡ് ടൈറ്റ് ചെയ്യുന്ന സ്ക്രൂ വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഈ ചെറിയൊരു വെട്ടിനെ ഒന്ന് കറക്റ്റ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അടയ്ക്കാൻ പറ്റും. കൊടുക്കണം. നമുക്ക് പെട്രോൾ ഉണ്ട്, ഓൺ ആക്കുമ്പോൾ ട്യൂബിൽ പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്യൂബിൽ പെട്രോളൊന്ന് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് അടിപൊളിയായിട്ട് നല്ല സ്ലോ സ്പീഡ് എല്ലാം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് വണ്ടി റൈസ് ചെയ്താൽ ഫുള്ള് റൈസ് ആവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടിയുടെയും കാർബറേറ്റർ ഇനി മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടിയുടെയും കാർബറേറ്ററുകൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന വണ്ടിയാണ് എഫ്സിയിലൊക്കെ അറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും വർക്കൗട്ട് ആവും. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക.